Thank you, Rashmi, and your friends from Kerala. ഗാസക്ക് നൽകിയ ഒരൊറ്റ സഹായം കൊണ്ട് കേരളം എന്ന കൊച്ചുനാടിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച, ലോകത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ നാവിൽ നിന്ന് കേരളം എന്ന നാടും ശ്രീരശ്മി എന്ന മലയാളി പെൺകൊടിയുടെ നാമവും ഉച്ചരിക്കപ്പെട്ടു. ഗാസയിലെ വേദന മനസ്സിലാക്കി അവിടത്തേക്ക് സഹായം എത്തിച്ച ശ്രീരശ്മിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ കാലഘട്ടത്തിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്നവരുടെ നടുവിൽ മനുഷ്യത്വത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ തിരികെ വിളിക്കുന്ന ഒരു സമാധാന സന്ദേശമായാണ് ഈ പ്രവർത്തനം മാറുന്നത്, അടയാളപ്പെടുത്തുന്നത്. മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും മതിൽക്കെട്ടുകൾ നിർമ്മിച്ച് വെറുപ്പും വിദ്വേഷവും വെടിഞ്ഞ് മനുഷ്യത്വത്തിൻ്റെ വഴിയിലേക്കാണ് മടങ്ങേണ്ടത് എന്ന വലിയ പാഠം ശ്രീരശ്മി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യത്വത്തിനായി ഉയർത്തിയ ഈ ഉദാഹരണം വെറുപ്പും വിദ്വേഷവും നടത്തുന്നവർ ആത്മപരിശോധന നടത്താൻ ഉപയോഗിക്കണം. സത്യം പറഞ്ഞാൽ രശ്മി കേരളത്തിൻ്റെ മാലാഖയാണ്. നന്ദി പ്രിയപ്പെട്ട സഹോദരി, നന്ദി. അതായത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് ഓടിപ്പോകാൻ കഴിയുന്നൊരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും വാരിയെടുത്ത് ഇങ്ങ് കൊണ്ടുവന്നേനെ. ഈ പറയുന്ന കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പകരം അവിടെ നിന്ന് ചിരിച്ച മുഖങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം ഇന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്ന് ആ കുടുംബം പറയുമ്പോൾ, ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു തരുമ്പോൾ, സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണമെന്ന് പറയില്ല. അതേപോലെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് കണ്ടെത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ ഇടപെടലിൽ പൊറുതിമുട്ടുന്ന ഗസയിലെ പാവപ്പെട്ട മനുഷ്യർ, അവിടുത്തെ കുഞ്ഞുങ്ങൾ, പട്ടിണി കിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ചേർത്ത് പിടിക്കാൻ ഇങ്ങ് കൊച്ചു കേരളത്തിൽ നിന്ന് വലിയ സഹായം ഗസയിലേക്ക് പോവുകയാണ്. ആ സന്തോഷം താങ്ക് യു രശ്മി ആൻഡ് ഫ്രണ്ട്സ് ഫ്രം കേരള എന്ന് പറഞ്ഞ് അവരും പങ്കിടുകയാണ്. ആ രശ്മി തന്നെയാണ് നമുക്കൊപ്പം ഇപ്പോഴുള്ളത്. രശ്മിയുടെ ഒരു വലിയ ഇടപെടൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാണ്. എന്തായിരുന്നു പ്രചോദനം? തുടക്കം മുതൽ തന്നെ ഗസയിലെ അവസ്ഥകൾ കണ്ടിട്ട് എന്തെങ്കിലും സഹായങ്ങൾ അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ദൂരെയുള്ളൊരു രാജ്യത്തേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷെ അതിനുള്ളൊരു പരിശ്രമം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത്രയും സിവിയറായ സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചു എങ്ങനെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. കാരണം വല്ലാതെ നിസ്സഹായ അവസ്ഥ നമ്മളെ അലട്ടുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ, അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ അവസാനം ഒന്ന് പരിശ്രമിച്ച് നോക്കിയതാണ്. പക്ഷേ എനിക്ക് അവിടേക്ക് സഹായങ്ങൾ നേരിട്ട് എത്തിക്കാനായിട്ട് സാധിച്ചു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങനെ എത്തിക്കാനൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പം എന്തൊക്കെയാണ് കൊണ്ടുപോയത്? എങ്ങനെയായിരുന്നു ആ ഇടപെടൽ? ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് അത് കൈമാറിയത്? നമുക്ക് കൂടുതലും ഫിനാൻഷ്യൽ ഹെൽപ്പാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക. അല്ലാതെ ആ സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് പോസിബിൾ അല്ല. കൂടുതലും ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഗസയിലെ സിറ്റിയിൽ തന്നെയുള്ള ഏകദേശം 50-60 കുടുംബങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണം വീതം കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എനിക്ക് തോന്നുന്നു 8000 ലിറ്ററിൻ്റെ അടുത്ത് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നോർത്ത് ഗസയിൽ നിന്നും സൗത്ത് ഗസയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തു പോവുക ഒരു 250ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ അവിടേക്കൊരു 3000 ലിറ്ററിൻ്റെ വാട്ടർ ട്രക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. രശ്മിയുടെ ഒരു ഇനീഷ്യേറ്റീവ് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഒരു വലിയ ഫണ്ട് റൈസിംഗ് ഒക്കെ വേണമല്ലോ. ഞാനങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് ഒന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. ആദ്യം മുതലേ ഇത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയ സമയത്ത് അടുത്ത സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് അറിവുള്ളവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അതുപോലെ എന്നെ ഇതിൽ സഹായിച്ചിട്ടുള്ളത് UK എൻ്റെ ഒരു സുഹൃത്താണ്, ലെസ്ലി എന്ന് പറഞ്ഞ ആൾ. ഗാസ ഫോർമുല ഫണ്ടുമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആൾക്കൊക്കെ ഒരുപാട് ഗൈഡൻസ് തരാൻ കഴിഞ്ഞു, ഒരു ഫാമിലികളെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട്, പിന്തുണ നൽകിയിട്ടുണ്ട്. പബ്ലിക്കായിട്ടൊരു ഫണ്ടിങ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഡൊണേഷൻസ് കൊടുക്കാനായിട്ട് ചിലർ മക്കളുടെ പിറന്നാളായിട്ട് അതിന് പാർട്ടിയൊക്കെ നടത്താൻ വെച്ചിരിക്കുന്ന തുക ഡൊണേഷൻ കൊടുത്ത ആളുകളുണ്ട്. അതുപോലെ ഗർഭിണിയായ ഒരു ഭാര്യ, അപ്പോൾ ആൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കണം എന്ന് ആഗ്രഹം പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഡൊണേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ശ്രീരശ്മി ആയാലും കമ്മ്യൂണിറ്റി ആയാലും ഒക്കെ ഒരുപക്ഷെ കുറേ അധികം കാലം ഈ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മനുഷ്യത്വപരമായ ഇടപെടലും ഒക്കെ വലിയ സജീവമായ ഒരാളാണ്.
അതെ, ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഇത്തരം ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകൾ വരുന്ന മേഖലകളിലെല്ലാം പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. വീട്ടിൽ നിന്നും സപ്പോർട്ടുണ്ട്. 2018 ഫ്ലഡിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മിഷനിൽ പങ്കെടുക്കുന്നത്. അവിടെ റെസ്ക്യൂ മിഷനിലാണെങ്കിലും അതുപോലെ റിലീഫ് ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളിലും റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളിലും ഭാഗമായിട്ടുണ്ട്. പിന്നീട് 2019 വയനാട് പുത്തൂർ ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെ നിന്ന് കുറച്ച് ഹെൽപ്പുമായിട്ട് ഞാൻ അവിടെ വയനാട് പോയിരുന്നു. 2021 ചൂരൽമലയിൽ ഉരുൾപൊട്ടലിലും അവിടെ പോസ്റ്റ്മോർട്ടം കെയറിൽ, അതായത് ഡെഡ് ബോഡീസ് വാഷ് ചെയ്യാൻ ആളുകളില്ലാന്ന് അറിയിച്ച സമയത്ത് ഇവിടെ നിന്ന് അവിടെ പോയി 8 ദിവസം അവിടെ വർക്ക് ചെയ്തിരുന്നു. റിലീഫ് ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എത്തിപ്പെടുന്നുണ്ട്. ആ എത്തിപ്പെടൽ ഇപ്പോൾ ഗസയിലെ കുഞ്ഞുങ്ങളുടെ സന്തോഷം നമ്മൾ റീലിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഒരു വലിയ സന്തോഷം, മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ളൊരു സന്തോഷം ഒക്കെ തോന്നുന്നില്ലേ? എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾക്കൊക്കെ ഞാനിങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു. അതായത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് ഓടിപ്പോകാൻ കഴിയുന്നൊരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും വാരിയെടുത്ത് ഇങ്ങ് കൊണ്ടുവന്നേനെ. പക്ഷെ അതിന് പോലും കഴിയാത്ത സാഹചര്യം, സമാധാനം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. പ്രധാനമായിട്ട് ഇതാണ്. ഇപ്പം എന്നെ പോലെയുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എവിടെയും ഓടി ചെല്ലുന്ന നമുക്ക് ഇങ്ങനെയൊരു കാര്യം കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ. പക്ഷേ ഈ പറയുന്ന കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പകരം അവിടെ നിന്ന് ചിരിച്ച മുഖങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം ഇന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്ന് ആ കുടുംബം പറയുമ്പോൾ, ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു തരുമ്പോൾ, സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണമെന്ന് പറയില്ല. അതേപോലെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് കണ്ടെത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് പൊതുജനങ്ങൾ അറിയുന്നു, കുറേ കൂടി വൈറലാവുന്നു. അപ്പം കുറേ കൂടി ആളുകൾക്ക് ഇത് വലിയ പ്രചോദനമാകുമെന്ന് ശ്രീലക്ഷ്മി കരുതുന്നില്ലേ? ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ടാവും എന്നായിരുന്നു. എന്നാൽ പോലും ഇന്ത്യയിൽ നിന്ന് ഗസയിലേക്ക് നേരിട്ട് സഹായങ്ങൾ കൊടുക്കാനായിട്ടുള്ള, അതായത് ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കാനായിട്ട് പേയ്മെൻറ്റ് ചാനൽസൊക്കെ ആക്സസബിൾ അല്ല. മിക്ക പേയ്മെൻറ്റ് ചാനലുകളും ബ്ലോക്ക്ഡ് ആണ്, പേയ്പാൽ പോലെയുള്ള ചാനലുകളൊക്കെ. പിന്നെ ഗോഫണ്ട് പോലെയുള്ള ഡൊണേഷൻ ഫണ്ട് റേസിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ഇന്ത്യൻ മണി അക്സെപ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമുകളിലും $US ആയിട്ടോ യൂറോസ് ആയിട്ടോ നമ്മൾ ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെയുള്ളത് ക്രിപ്റ്റോ വാലറ്റ് പോലെയുള്ള സംവിധാനങ്ങളാണ്. പ്രധാനമായിട്ടും ഇവിടെ നിന്ന് ആളുകൾക്ക് എങ്ങനെ ഗസയിലേക്ക് സഹായം ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ റീല് വൈറലായതിനു ശേഷം ഒരുപാട് സ്വീകാര്യതയുണ്ടായി, ഒരുപാട് ആളുകൾ പിന്തുണ അറിയിച്ചു, ഒരുപാട് പേർക്ക് സഹായം ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എനിക്കൊരുപാട് പരിമിതികളുണ്ട്. എൻ്റെ ശേഷി എന്ന് പറയുന്നത് അതിനൊരു പരിമിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഇപ്പോൾ നിലവിൽ ആ വാട്ടർ പ്രോജക്റ്റ്, ഞങ്ങൾ റിവർ ടു സീ എന്നാണ് ആ പ്രോജക്റ്റിന് പേരിട്ടിരിക്കുന്നത്. അതായത് അവർ നമ്മളോട് ഒത്തിരി കുടിവെള്ളം ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു കടൽ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. മലയാളികളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. വൈകാതെ തന്നെ എല്ലാവർക്കും ഡയറക്റ്റ് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡൊണേഷൻ പ്ലാറ്റ്ഫോം പോലെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സഹായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പേഴ്സണലി അങ്ങനെ ഞാനൊരു ഫണ്ട് കളക്ഷൻ അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നില്ല. ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ അവർക്ക് സഹായം എത്തിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ഇതിൽ പ്രവർത്തിക്കാം. അപ്പോൾ ഈ ശ്രീലക്ഷ്മിയുടെ ഈ കൂട്ട് കമ്മ്യൂണിറ്റിയൊക്കെ ഇതിൻ്റെ ഭാഗമാണോ? കൂട്ട് കമ്മ്യൂണിറ്റി ഞാൻ ചെയ്യുന്നൊരു ഇനിഷ്യേറ്റീവാണ്, എൻ്റെ ഒരു വർക്കാണ്. നമ്മുടെ കോവിഡ് പാൻഡമിക്കിന് ശേഷം ആളുകൾ ഒരുപാട് ഐസൊലേറ്റഡ് ആയിപ്പോയി, ഒരുപാട് ആത്മഹത്യകൾ ഉണ്ടായി. ആ സമയത്ത് എനിക്കും പേഴ്സണലി ഒരു സുഹൃത്തിനെ നഷ്ടപ്പെട്ടു. എന്നെ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ചാൽ ആ സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ കഴിയുമോ, കുറച്ച് സമയമൊന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് എന്തോ തിരക്കിലായിരുന്നു, ഞാനത് ഇഗ്നോർ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സുഹൃത്ത് സൂയിസൈഡ് ചെയ്തു. അപ്പോഴാണ് ആളുകൾക്ക് ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ ഹെൽപ്പ് എല്ലാവർക്കും ആക്സസബിൾ അല്ല. പക്ഷെ പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ടവർ അങ്ങനെ തന്നെ സീക്ക് ചെയ്യുക. അല്ലാതെ ചില ആളുകൾക്ക് അവർ പറയുന്നൊന്ന് കേട്ടാൽ മതി, ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് തോന്നുന്നവർക്ക് വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാൻ, അവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പം അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തൊരു
പ്ലാറ്റ്ഫോമാണ് കൂട്ടെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് പോലെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു സ്പേസ്. എന്തായാലും ശ്രീരശ്മിയെ കേട്ടിരിക്കാൻ തന്നെ അത്ര മനോഹരമാണ്. ശ്രീരശ്മി പറയുന്ന മനുഷ്യത്വപരമായ വാക്കുകൾ തന്നെ അതിന് പ്രചോദനവുമാണ്. എന്തായാലും ശ്രീരശ്മിയുടെ ഇടപെടൽ ഒരുപക്ഷെ ഗസയിലെ കുഞ്ഞുങ്ങൾ അവരുടെ വാക്കുകളിൽ അവരുടെ പ്രവൃത്തികളിലൊക്കെ ആ സന്തോഷം അറിയിക്കുന്നതാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ റീലൊക്കെ കാണുന്നത്.